എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ രസം ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും ആരോഗ്യത്തിന് വളരെ പ്രയോജനപ്പെടുന്നതുമായ രസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. അതിനായി ആദ്യം നമുക്ക് പുളി വെള്ളമൊഴിച്ചൊന്ന് കുതിരാൻ വയ്ക്കാം. അതിനുശേഷം 50 ഗ്രാം തുവരപ്പരിപ്പ് വേകാൻ വെക്കാം. അതിൻ്റെ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതയ്ക്കണം. 2 തക്കാളി ഇതുപോലെ മുറിച്ചെടുത്തു. മല്ലിയില ആവശ്യത്തിന്, വറ്റൽമുളകും കറിവേപ്പിലയും കടുക് വറുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു നുള്ള് ജീരകം ഇടാം. അത് മൂക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് തക്കാളി മുറിച്ച് വെച്ചത് ചേർക്കാം. അതൊന്ന് വഴന്നതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന രസ പൗഡറിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച പരിപ്പിൽ നിന്നും അതിൻ്റെ പരിപ്പിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇനി പുളി പിഴിഞ്ഞത് കൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു, 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തു, ആവശ്യത്തിന് ഉപ്പും ചേർത്തു, ഒരു ചെറിയ പീസ് കായം കൂടെ ചേർത്തു, ഒരു ചെറിയ പീസ് ശർക്കര ചേർത്തു. ഇനി ഇത് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ രസം നന്നായി തിളച്ചു വന്നു. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില നമുക്ക് ചേർക്കാം. ഇനി കടുക് വറുത്തിടാം. ഇപ്പോൾ നമ്മുടെ സ്വാദുള്ളതും വളരെ ഹെൽത്തിയുമായ നമ്മുടെ രസം തയ്യാറായി. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇത് വെറുതെ ഒരു ഗ്ലാസ്സിലെടുത്ത് കുടിക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ദഹനത്തിന് ഏറ്റവും നല്ലതാണ് ഇങ്ങനെയൊരു രസം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.